അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനും പ്രമുഖനുമായ സഹാബിയാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. കർമ്മശാസ്ത്ര വിഷയങ്ങളിലും ദീനീ വിഷയങ്ങളിലും വലിയ അവഗാഹമുള്ള പണ്ഡിതനായി നമുക്ക് ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചെടുക്കാൻ കഴിയും. അറിവ് കൊണ്ട് അനുഗ്രഹിച്ച അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളുടെയും വേദനകളുടെയും കൂമ്പാരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന് മാരകമായ ഒരു അസുഖം പിടികൂടുകയാണ്. അങ്ങനെ ആ മാരകമായ അസുഖം പിടികൂടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വൈദ്യൻ്റെ സഹായം തേടുന്നുണ്ട്. ആ വൈദ്യൻ്റെ സഹായം തേടിയപ്പോൾ തൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റുകയില്ലാതെ രക്ഷയില്ലെന്നായിരുന്നു പ്രതിവിധി. നീര് പുകയുന്ന തൻ്റെ വേദനയെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റുവാൻ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരികയാണ്. അങ്ങനെ കാല് മുറിച്ചു മാറ്റേണ്ട ദിവസമെത്തി. അങ്ങനെ അദ്ദേഹം കാല് മുറിച്ചു മാറ്റേണ്ട ദിവസമെത്തിയപ്പോൾ അദ്ദേഹത്തിന് കാല് മുറിച്ചു മാറ്റുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ വേദനിക്കാതിരിക്കാൻ വേണ്ടി, പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി മരുന്നുമായി വരുന്ന വൈദ്യന്മാരോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ കാല് മുറിച്ചു മാറ്റുമ്പോൾ നിങ്ങളെന്നെ ബോധം കെടുത്തേണ്ടതില്ല, നിങ്ങളെന്നെ മരവിപ്പിക്കാതിരിക്കേണ്ടതുമില്ല, നിങ്ങളെന്നെ വേദനിപ്പിക്കാതിരിക്കേണ്ടതുമില്ല. തീർച്ചയായും എൻ്റെ ബോധം, എൻ്റെ തേട്ടം അത് നിറയെ അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവാണ് എൻ്റെ ശക്തി, അള്ളാഹുവാണ് എൻ്റെ ബലം എന്ന് ഉർവത്ത് ആ വൈദ്യന്മാരോട് പറയുകയാണ്. അപ്പോൾ വൈദ്യന്മാർ പോലും അമ്പരക്കുകയാണ്, വൈദ്യന്മാർ പോലും അത്ഭുതപ്പെടുകയാണ്. കാരണം മരുന്നിൻ്റെയോ അതേപോലെ ഒരു മരവിപ്പിൻ്റെയോ ഒരു കണിക പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയാവുന്നുണ്ട്. രാത്രിയാവുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മറ്റൊരു വാർത്ത കൂടി തേടിയെത്തുകയാണ്. ആ വാർത്ത അദ്ദേഹത്തിൻ്റെ മകൻ അള്ളാഹുവിലേക്ക് യാത്രയായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി എന്നുള്ളതായിരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രണ്ട് വേദനകൾ, അതിലൊന്ന് തൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു വേദന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, സ്നേഹം കൊടുത്തും പരിഗണന കൊടുത്തും വളർത്തിയ പ്രിയപ്പെട്ട പുത്രൻ അള്ളാഹുവിലേക്ക് യാത്രയായി എന്നുള്ളതാണ്. ഈ രണ്ട് വേദനകളും ഒരേ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളായും വേദനകളായും ഉർവത്തിന് നൽകുകയാണ്. അങ്ങനെ ആ മുറിച്ചു മാറ്റപ്പെട്ട കാൽ അവസാനമായി ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉർവത്ത് പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ചോരയിറ്റുന്ന ആ കാലുമായി വൈദ്യന്മാർ ഉർവത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ആ കാലിനെ നോക്കി ഉർവത്ത് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അവയവം ഇതാ അള്ളാഹുവിലേക്ക് പോവുകയാണ്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഇതാ ആ കാല് പോവുകയാണ്. എനിക്കുറപ്പാണ് നിന്റെ സഹായത്താൽ ഞാൻ ഒരു തിന്മകളും ചെയ്തിട്ടില്ല. നിന്റെ പാദങ്ങൾ, നിന്റെ വിരലുകൾ ഞാൻ ഭൂമിയിലേക്ക് പതിച്ച് ഞാനൊരു പാപത്തിലേക്കും നടന്നിട്ടില്ല. രാവെന്നോ പകലെന്നോ വകവയ്ക്കാതെ, മഴയെന്നോ വെയിലെന്നോ പരിഗണിക്കാതെ ഞാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമാണ് പോയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. അവിടെയും തീരുന്നില്ല. അന്ന് രാത്രി അദ്ദേഹം അള്ളാഹുവിനോട് മനമുരുകി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, നാഥാ, നീ എത്ര കാരുണ്യവാനാണ്, നീ എത്ര കരുണയുള്ളവനാണ്. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ ശരീരത്തിൽ എത്രയോ അവയവങ്ങൾ നീ എനിക്ക് നൽകി, അതിലൊരു കാല് മാത്രമാണ് നീ തിരികെ മേടിച്ചത്. എൻ്റെ ആറു മക്കളിൽ ഒരാളെ മാത്രമാണ് നീ തിരികെ മേടിച്ചത്. നാഥാ, നീ എത്ര കൃപയുള്ളവനാണ്, നീ എത്ര സ്നേഹമുള്ളവനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയമുള്ളവരെ, ക്ഷമ എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉപദേശിക്കാനും പറയുവാനും ഉള്ള ഒരു ഭംഗിവാക്ക് കൂടിയാണ്. എന്നാൽ സ്വന്തമായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പകർത്തുവാൻ ഏറെ പ്രയാസമുള്ളതുമായ ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയുടെയൊക്കെ പ്രകാശങ്ങൾ കെട്ടുപോവുകയും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഏതെങ്കിലും സ്വഭാവത്തിലുള്ള മങ്ങലേൽക്കുകയും ചെയ്യുമ്പോൾ
നമ്മളൊക്കെയും പലപ്പോഴും നിരാശപ്പെട്ടു പോകാറുണ്ട്, അതല്ലെങ്കിൽ പതറിപ്പോവാറുണ്ട്. എന്നാൽ ക്ഷമ, സഹനം എന്ന് പറയുന്ന ആ ഔഷധം കൊണ്ട്, ആ മരുന്ന് കൊണ്ട് വേദനയാൽ നീറിപ്പുകയുന്ന ആ മുറിവുണക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരും നമ്മുടെ കൂട്ടത്തിൽ വളരെ വിരളമാണ്. എങ്ങനെയാണ് ക്ഷമിക്കാനും സഹിക്കാനും കഴിയുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അള്ളാഹുവിൽ ആടിയുലയാത്ത വിശ്വാസമാണ്. അള്ളാഹുവിൽ അചഞ്ചലമായിട്ടുള്ള ഈമാനാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, നിങ്ങൾ സഹനം അവലംബിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരം സ്വർഗമായി നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകുന്നുണ്ട്. സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ക്ഷമ കൈക്കൊണ്ട് കഴിഞ്ഞാൽ, നിങ്ങൾ സഹനം അവലംബിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, നിങ്ങൾക്ക് ശാന്തി ലഭിക്കും. അത്തരക്കാർക്കുള്ള അവസാന ഗേഹം, അവസാനത്തെ വീട്, അവസാനത്തെ വാസം എന്ന് പറയുന്നത് സ്വർഗമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ രക്ഷിച്ച അള്ളാഹുവിനെയും, അതേപോലെ ദുരിതക്കയത്തിൽ നിന്നും ഷുഹൈബ് നബി അലൈഹി സ്വലാമയെ രക്ഷിച്ച അള്ളാഹുവിനെയും, അതേപോലെ ഫറോവയുടെ പീഡനത്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാമയെ രക്ഷിച്ച അള്ളാഹുവിനെയും, ശത്രുവിൻ്റെ സഞ്ചയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ച അള്ളാഹുവിനെയും നമുക്ക് ചരിത്രത്തിൽ കാണുവാനും കണ്ടെടുക്കുവാനും കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ആർജിച്ചെടുക്കേണ്ട ഒരു മഹത്തായ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ക്ഷമ അവലംബിക്കുന്നവരുടെ കൂട്ടത്തിൽ, സഹനം അവലംബിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.